നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് ആണ് നോയ്സ്ഫിറ്റ് കോർ 2 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമുക്കിതിപ്പോൾ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നോയ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു നോയ്സ്ഫിറ്റ് കോർ 2 വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. അൺബോക്സിംഗ് അല്ല, അത് ആദ്യമേ പറയാം. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ വേണമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ സാധനം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് 7 ദിവസം കഴിഞ്ഞിട്ടേ സാധനം അങ്ങോട്ട് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും 7 ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ഇതിന്റെ ആ ഒരു ചൂടൊക്കെ അങ്ങോട്ട് മാറും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, പിങ്ക്, ഗ്രീൻ എന്നിങ്ങനെ 5 കളേഴ്സിലാണ് ലഭ്യമാകുക. ഏതിനാണെങ്കിലും 1799 രൂപയാണ് ഇപ്പോൾ. ചിലപ്പോൾ ഇത് 2499 അല്ലെങ്കിൽ 2999 മാറാൻ ചാൻസ് ഉണ്ട്. 12 മണി വരെ എന്തായാലും ഇതിന് 1799 രൂപ തന്നെ ആയിരിക്കും. 1.28 ഇഞ്ച് റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൗണ്ട് ഡയൽ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര വലിയൊരു റൗണ്ട് ഡയൽ അല്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു വലിയ സൈസ് തന്നെയാണെന്നുള്ളതിൽ വേറൊരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. കൂടാതെ 500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. സോ അത്യാവശ്യം സണ്ണി ഡേയ്സിൽ പോലും നല്ല രീതിക്ക് വിസിബിൾ ആകും എന്നുള്ളതിലും വേറൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് വെയിറ്റ് ആൻഡ് മെറ്റാലിക് ഫിനിഷ് ആണ് നമുക്ക് ഒരു വാച്ച്. ബിൽഡ് ക്വാളിറ്റി മെറ്റാലിക് ആയിരിക്കുമെങ്കിൽ പോലും ആ ഒരു മെറ്റാലിക് ഫിനിഷോട് കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു വാച്ച് കാണാൻ സാധിക്കുന്നത്. പിന്നെ എല്ലാ നോയ്സിന്റെ വാച്ചുകളിലും അതല്ല എല്ലാ സ്മാർട്ട് വാച്ചുകളിലും കാണാൻ സാധിക്കുന്ന പോലെ ബ്ലഡ് ഓക്സിജൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റി റെക്കോർഡ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, ബ്രെത്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. 50+ സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ഉണ്ട്. ഒരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. ബേസിക് ആയിട്ടുള്ളത് സൈക്ലിംഗ്, ഓട്ടം, ചാട്ടം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ വാച്ച് ഫേസസ് 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ആണ് ഇടുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു 100+ എന്നുള്ളതല്ല, 1000-ന് മുകളിലുള്ള വാച്ച് ഫേസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു സെഷനിലേക്ക് ആക്ച്വലി പോകത്തില്ല. സോ ഈ ഒരു 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു പേര് മാത്രമേ ഇങ്ങനെ പറയാനേ ഉള്ളൂ. കൂടാതെ നമുക്ക് റിമൈൻഡേഴ്സ് ഉണ്ട്, ടൈമർ ഉണ്ട്, അലാം ഉണ്ട്, റിമോട്ട് മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ റിമോട്ട് ക്യാമറ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ്. ഇതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം എല്ലാ സ്മാർട്ട് വാച്ചുകളിലും, പ്രത്യേകിച്ച് നോയ്സിന്റെ എല്ലാ സ്മാർട്ട് വാച്ചുകളിലും ഇതെല്ലാം തന്നെ ഉണ്ട്. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ 230 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു വാച്ചിന് അപ് ടു 9 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ബാറ്ററി ലൈഫ്. കൂടാതെ അപ് ടു 2 hours 100% ചാർജ് ആകാനായിട്ട് 30 ദിവസം സ്റ്റാൻഡ് ബൈയും കമ്പനി പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇത് ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ലോ പവർ അഡാപ്റ്റർ ആണ് കേട്ടോ, അതായത് 5V1A. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാറ്ററി ലൈഫ് കുറയും, ഡാമേജ് ആകാനായിട്ടും ചാൻസസ് വളരെ കൂടുതലാണ്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതിന് അത്യാവശ്യം ഡ്രസ്സിലിങ്ങും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ നമ്മൾ എന്താ പറയുക, ഒരു ഡൈവിങ്ങിനോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിച്ചു പോകാനായിട്ടും ചാൻസ് ഉണ്ട്. ഒരു വർഷം വാറന്റി ഉണ്ടെങ്കിലും ഇവിടെയും ആ ഒരു വാട്ടർ ഡാമേജ് എന്ന് കഴിഞ്ഞാൽ വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു നോയ്സ്ഫിറ്റ് കോർ 2 കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1799 ഉറപ്പായിട്ടും വർത്ത് ബൈങ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഒരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേ ആണെങ്കിൽ, റൗണ്ട് ഡയൽ എന്നുള്ളതല്ല, നിങ്ങൾക്ക് നോയ്സിന്റെ ഒരു വാച്ച് വേണം, 2000 രൂപയ്ക്കുള്ളിലാണ് നിങ്ങൾ നോക്കുന്നെങ്കിലും ഈ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ വർത്ത് എന്നുള്ളതിൽ വേറെ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ്ഫിറ്റ് കോർ 2 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും ചാനലിൽ നമ്മൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.